നമസ്കാരം. ജനങ്ങളെ പറ്റിച്ച് കേശവീർപ്പിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന സഖാക്കന്മാർക്ക് മുട്ടൻ പണിയാണ് SBIയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. കാര്യം കേരള ബാങ്കിന്റെ ഗ്രേഡിംഗ് വെട്ടിക്കുറച്ചത് തന്നെ. എന്തായാലും സഹകരണ ബാങ്കുകളെ ഉപയോഗിച്ച് പാർട്ടി വളർത്തുകയും പാർട്ടിക്കാർക്കും ബന്ധുക്കൾക്കും വഴിവിട്ട് വായ്പകൾ നൽകി നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്ന CPMന് കടുത്ത തിരിച്ചറിയായി മാറിയിരിക്കുകയാണ് RBIയുടെ കേരള ബാങ്കിന്റെ ഗ്രേഡിംഗ് വെട്ടിക്കുറച്ച നടപടി. കരുവന്നൂർ, കണ്ടല അടക്കമുള്ള CPM ഭരിക്കുന്ന നിരവധി ബാങ്കുകളിൽ വലിയ ക്രമക്കേടായിരുന്നു നടന്നിരുന്നത്. കരുവന്നൂരിൽ 300 കോടിയിലേറെ രൂപയുടെ വായ്പാ തട്ടിപ്പ് നടന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണവും ഈ പറയുന്ന കരുവന്നൂർ കേസ് തന്നെയായിരുന്നു. കേരളത്തിലെ 12ലേറെ സഹകരണ ബാങ്കുകളിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നതായിട്ട് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയതും ഹൈക്കോടതിയെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തത്. ഇത്തരം അഴിമതിയുടെയും രാഷ്ട്രീയ കളികളുടെയും അവസാനത്തെ ഉദാഹരണമായിരുന്നു കേരള ബാങ്ക് എന്നത്. കരുവന്നൂരിലേതുപോലെ തട്ടിപ്പ് നടന്നതായി തൽക്കാലം തെളിവില്ല എങ്കിൽ പോലും അതിനുള്ള സാധ്യതകളുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. പക്ഷേ കിട്ടാക്കടം വലിയ തോതിൽ കൂടിയതും വൻ വായ്പാ കുടിശ്ശിക ലഭിച്ചതും വലിയ സംശയം തന്നെയാണ് ഉന്നയിച്ചിരുന്നത്. അതിനാൽ കേരള ബാങ്ക് 25 ലക്ഷത്തിന് മുകളിൽ വായ്പ നൽകുന്നത് RBI വിലക്കിയിരിക്കുകയാണ്. ബാങ്കിന്റെ ഭരണസമിതിയിൽ രാഷ്ട്രീയ അതിപ്രസരമുണ്ടെന്നാണ് സൂചന. കേരള ബാങ്കിന്റെ തട്ടിപ്പിന് ഇരയായവർക്ക് പണം മടക്കി നൽകാൻ ഒരു കൺസോർഷ്യം രൂപീകരിച്ച് അതിലേക്ക് കേരള ബാങ്കിന്റെ ഫണ്ട് ഇടാൻ നീക്കവും നടന്നിട്ടുണ്ട്. എന്നാൽ RBIയുടെ കർശന നിരീക്ഷണത്തിൽ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും നടക്കുന്നില്ല എന്നതാണ് റിപ്പോർട്ട്. RBIയുടെ കണ്ണുള്ളതിനാൽ നീക്കത്തെ ബാങ്ക് പ്രസിഡന്റ് തന്നെ എതിർക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. കേരള ബാങ്കിന്റെ കിട്ടാക്കടം 11%. ഇതുവരെ വലുതും RBIയുടെ 7% എന്ന പരിധിക്കപ്പുറവുമാണ്. തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ ഉത്തമമെന്ന് തോന്നിയതിനാലാണ് ജില്ലാ സഹകരണ ബാങ്കുകൾ ലയിപ്പിച്ച ഇടതു സർക്കാർ കേരള ബാങ്ക് രൂപീകരിക്കുന്നത്. ബാങ്കുകളുടെ പ്രവർത്തനങ്ങളിലെ ഗുരുതര വീഴ്ചകളും അപാകതകളും കണക്കിലെടുത്തായിരുന്നു അവരുടെ ഗ്രേഡ് വെട്ടിക്കുറയ്ക്കുന്നത്. സമീപകാലത്ത് നിരവധി സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന ലൈസൻസ് തന്നെ RBI റദ്ദാക്കിയിട്ടുണ്ട്. അത് കേരളത്തിന് പുറത്താണ്, പക്ഷെ എങ്കിൽ പോലും അങ്ങനെ RBI നിരവധി നടപടികൾ എടുത്തിട്ടുണ്ട്. അടൂർ സഹകരണ ബാങ്ക് പോലെ കേരളത്തിലെ ചില ബാങ്കുകളുടെ പ്രവർത്തനങ്ങളും RBI നേരത്തെ അവസാനിപ്പിച്ചതാണ്. കഴിഞ്ഞ വർഷമാണ് അതിന്റെ ബാങ്കിംഗ് ലൈസൻസ് RBI റദ്ദാക്കിയത്. ഏതായാലും RBIയുടെ ഇടപെടൽ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ സഖാക്കന്മാരുടെ കണക്ക് കൂട്ടലുകളൊക്കെ പിഴച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി കരുവന്നൂരും കണ്ടലയോ ഒക്കെ പോലെ ജനങ്ങളെ പറ്റിക്കാൻ ബാങ്ക് മുഖാന്തരം സാധിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇത് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് വലിയ തിരിച്ചടി തന്നെയാകുമെന്നതാണ് റിപ്പോർട്ട്.